സരിഷ്ക, അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു വിഷയം തന്നെ ഈ ഹുലുവും ശിദ്ദത്തും ഇവരിലത് വ്യക്തമായി കാണാം നമ്മൾ പറയാറുണ്ടായിരുന്നു പലപ്പോഴും. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ഞങ്ങൾ കേനന്മാരെ പോലെ എന്താ പറയുക അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കാനാണോ അങ്ങനെയാണോ എന്നൊക്കെ പറയാറ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവരെ ശിദ്ദത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പലപ്പോഴും ഈ മുഖം മറക്കൽ വിഷയത്തിൽ മുഖം മറക്കൽ വാജിബാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാക്കി പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞപ്പോ അപ്പൊ തന്നെ തിരുത്തുന്നു, അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് തെറ്റുപറ്റിയത്. അതെ. ഇപ്പതാ പുതിയൊരു വിഷയം എന്ന് വെച്ചാൽ ഫോട്ടോയുടെ സമയത്ത് ഫോട്ടോ എടുക്കലുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ഈ ഫോട്ടോഗ്രാഫിക്ക് എതിരെ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CCTV കാണുമ്പോൾ ബുക്ക് വെച്ച് മുഖം മറച്ച് നടന്നിരുന്ന ഒരു അവസ്ഥ പലപ്പോഴും ബുക്സിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരുള്ളൂ. അപ്പോൾ അവിടെ നിന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ CCTV കാണുമ്പോ ഇപ്പൊ പുസ്തകം എടുത്ത് മുഖം എടുത്തിട്ടല്ല ഒരുത്തൻ പോകുമ്പോ നമ്മോട് ചോദിക്കുന്നു, കടയിലേക്ക് കയറുമ്പോ തന്നെ CCTV ഉണ്ടോ, ഇവിടെ CCTV നായുണ്ടോ എന്നൊക്കെ ചോദിക്കും, കടിക്കുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചോദിക്കുന്നു ഇവിടെ CCTV ഉണ്ടോ. അപ്പൊ നമ്മ ആദ്യം വിചാരിച്ച എന്തെങ്കിലും നഷ്ടപ്പെട്ടത് ചെക്ക് ചെയ്യാൻ വേണ്ടി തപ്പാൻ വേണ്ടിയിട്ടായിരിക്കുന്നേ. അപ്പൊ എന്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും മറക്കാൻ പറ്റുമോ, CCTV കാരണം ഫോട്ടോയിൽ എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മോട് ചോദിക്കുന്നു ഈ ഏരിയയിൽ എവിടെയൊക്കെയാണ് CCTV ഉള്ളത്. അപ്പോൾ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിലുള്ള CCTV മുഖം തിരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാരണം മുസവ്വിർ ഇന്നിപ്പോ ഭയങ്കര സംഭവം എന്താണെന്ന് വെച്ചാല് പല ആളുകളും ഇങ്ങനെ ഇരുന്ന് കരയുന്നു, ഞങ്ങളെ ഫോട്ടോ കുട്ടികളെ ഫോട്ടോ ഇതൊക്കെ ഞങ്ങൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ആൽബം വരെ കത്തിച്ച്. അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ഫോട്ടോ ഒക്കെ ഒന്ന് പറഞ്ഞിരുന്നത്. കിതാബു തൗഹീദ് എന്നിട്ടൊരു ഏതോ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എന്റെ റബ്ബേ അതിൽ വന്നിരുന്ന ഇതിനെതിരെ സെലഫികളല്ല എന്നുള്ള ഒന്നാമത്തെ അവർ ഫോട്ടോഗ്രാഫി പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇന്ന് നോക്കിയ തമ്പനയില് ഏതൊക്കെ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടുള്ള തമ്പനയിലാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യത്തില് ഇവരുടെ ഉലുവിന്റെ ഏറ്റവും മുന്നിൽ തെളിഞ്ഞൊരു ഉദാഹരണമാണ് ഇത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവർക്ക് ശുദ്ധത്വം ഉലുവുണ്ടോ എന്നത് ഇവരല്ലാത്ത മാലോകരും മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമാണ്. ഇവർ പക്ഷെ അതെന്ന് വെച്ചാൽ ഇത് സുന്നത്തും സൂക്ഷ്മതയുമാണ്, തഖ്വയും സുന്നത്താണ്. നിങ്ങൾക്കതില്ലാത്തതുകൊണ്ട് നിങ്ങളിതിന് ശുദ്ധത്വം ഒലുവായിട്ട് കാണാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാണ്, ശരി ഈ സ്ത്രീകൾ മുഖം മറക്കൽ വാജിബാണ് എന്നതിൽ ഇജ്മാ ഉണ്ട് എന്ന് നിങ്ങളിൽ ചിലർ പറഞ്ഞില്ലേ, അത് അതിൽ കടന്നതല്ലേ, അത് ശുദ്ധത്തല്ലേ, കാഠിന്യല്ലേ, തീവ്രതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞാൽ അത് ഒരാൾക്ക് പറ്റിയൊരു സഹോദരന് പറ്റിയ തെറ്റാണ്, മൂപ്പര് തിരുത്തിയിട്ടുണ്ട്. ഒന്നല്ല, കുറേ ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടും വാഴെടുത്തിട്ടൊക്കെ പിന്നെ ദർശെടുത്തിട്ടൊക്കെ ഉണ്ട്. പോട്ടെ, ഏതായാലും അവർ തിരുത്തി. മാത്രമല്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംസാരത്തിൽ നമുക്കറിയാം ഇത് വാജിബാണ്, ലിജിമാ ഉണ്ടെന്ന് പറഞ്ഞതും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ നമുക്കറിയാം. പരസ്യമായിട്ട് പറഞ്ഞവരുണ്ട്, ഇപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതിയവരും പ്രസംഗിച്ചവരും പിന്നെ നസീഹത്ത് കൊടുത്തവരൊക്കെ ഉണ്ട്. എന്തായാലും അവർ പറയുന്നപ്പോൾ അത് ഞങ്ങൾ തിരുത്തി, ഇപ്പം തെറ്റുപറ്റിയ ആൾ തിരുത്തി, ഞങ്ങളെ മക്കൾക്ക് കിടണ്ട, ഒരാൾക്ക് തെറ്റുപറ്റിയത് എങ്ങനെയാണ് സംഘടന അല്ലെങ്കിൽ ഇവരുടെ സംഘത്തിൻ്റെ മേലിടാന്ന് ചോദിക്കുന്നത്. പക്ഷേ ഹുസൈൻ മടവൂരിന് പറ്റിയ തെറ്റ് ഗവൺമെൻറ് മേലിടണം, അതിടണം. പക്ഷേ ഇവിടെ ഇവരുടെ ദാഴിമാർക്ക് പറ്റിയ തെറ്റ് ഈ സംഘത്തിന് സംഘത്തിലേക്ക് ഇടാൻ പാടില്ല. നല്ല ബാലൻസിങ് ആണ്, നീതിനിഷ്ഠമായ ബാലൻസിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞ വർഗീയത കൃത്യമായ അതായത് ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ അല്ല, ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ ഛർദിക്കാൻ വന്നിരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ ഹിസ്ബിയത്ത് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താണ്. ശരി, ഏതായാലും നമുക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിച്ചു വരാം. ഫോട്ടോഗ്രാഫിയിൽ ഇവർ എടുത്ത ശുദ്ധത്വം രൂപം ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ഒരു വിഷയത്തെ പഠിക്കുമ്പോൾ തസ്ബീറിൽ ഇത് പെടുമോ എന്നുള്ള കൺഫ്യൂഷൻ, അപ്പോൾ ഇത് തസ്ബീറിൽ പെടാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ല. നമ്മൾ ഒരു എതിർപ്പും പറയുന്നില്ല. റസൂലുള്ളാഹി വിരോധിച്ചിട്ടുള്ള ആ തസ്ബീറുകൾ അതിൽ ഉണ്ടാക്കുന്നവൻ എവിടാണ് ഖിയാമത്ത് പരലോകത്ത് ജീവൻ കൊടുക്കാൻ പറയും, ജീവൻ കൊടുക്കാൻ പറ്റൂല. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളവനായിരിക്കും അവൻ. അപ്പോൾ അതിൽ പെടുമോ ഫോട്ടോഗ്രാഫിന്ന് ഒരാൾ ഭയപ്പെട്ട് ചിത്രം വരക്കുക, അല്ലെങ്കിൽ ചിത്രം വരക്കൽ പെടുമോ? അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ. പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയൊക്കെ പറഞ്ഞത് ചിത്രം വര അല്ല വിടുക, തടി തിരിഞ്ഞ ചിത്രം വരാണ് വിടുക എന്ന് വെച്ചാൽ വിഗ്രഹമൊക്കെ പോലെ രൂപം ഉണ്ടാക്കണ അതാണ് വിടുക എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഓക്കെ, അതൊക്കെ ഏതാണ് പെടുന്നു തോന്നുന്ന കാലത്തോളം അത് കൊണ്ടുനടക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ മുസ്ലിം സമൂഹത്തെ ഈ ഫോട്ടോ
മസ്ലഹത്തിന് വേണ്ടിയിട്ട് ഫോട്ടോകൾ ഉപയോഗിച്ച ഫോട്ടോകൾ, ദഅവത്തിന് വേണ്ടി ഉപയോഗിച്ച ഫോട്ടോകൾ, ഇതിനൊക്കെ നോക്കിയിട്ട് സലഫിയത്തിൽ നിന്ന് ഔട്ടാക്കാൻ മെയിൻ സാധനമായിട്ട് ഇവർ കൊണ്ടു നടന്നു, ഒരു കാലഘട്ടത്തിൽ കൊണ്ടുനടന്നത് ഈ ഫോട്ടോഗ്രാഫിയാണ്. എന്നിട്ട് ഈ സാജിദും ഈ മൂസിനും ഈ ഹംറാസും പിന്നെ നായിഫും പിന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഈ ടീമുകളൊക്കെ ഒരു വീഡിയോ പോലും ഇറക്കിയിരുന്നില്ല, ശബ്ദം വോയിസും മാത്രം. ആ വോയിസിന് ഒരു തമ്പനയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ടെക്സ്റ്റ് അതല്ലാതെ ഫോട്ടോ ഇല്ല, വേറെ ഫോട്ടോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മൂസിന്റെ തമ്പനയില്, പിന്നെ ഞാൻ വെച്ചിട്ട് തമ്പനയില് അപ്പൊ ജിബിരിയിൽ വീണ്ടും വന്ന, കാരണം പക്ക ഹറാമായിരുന്നല്ല. ആ ഹറാം അവതരിപ്പിച്ചതിന്റെ രൂക്ഷത കൊണ്ടാണ്, ഈ ശുദ്ധത്തോണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത്. അല്ലാതെ ഹറാം എന്നൊരാൾ മനസ്സിലാക്കി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പഠനത്തിൽ അത് ഹറാമല്ല എന്ന് മനസ്സിലായെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ ഇത് അവർ ഹറാമെന്ന് മനസ്സിലാക്കിയ കാലത്ത് ബാക്കിയുള്ളവരെ അടിക്കായിരുന്നവര്, ചെയ്തവരെ അടിക്കായിരുന്നു. അങ്ങനെ അടിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അടി പല വിഷയത്തിലുണ്ടല്ലോ, കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും, മാറ്റും. പണ്ടിപ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറച്ച് അടിച്ച ആൾക്കാരുണ്ട്. പെണ്ണിന്റെ വീട്ടിലെ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല കേറാത്ത, അതായത് ആ കല്യാണത്തിന് കേറാത്ത എത്ര അനുഭവം. പള്ളിയിൽ നിക്കണ ഒരു ഇമാമിന്റെ കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചില്ലാന്ന്, ഗേറ്റിന്റെ പുറത്ത് കാറിലിരുന്ന് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്നിപ്പോ അവര് എല്ലാ കല്യാണ വീട്ടിലും ഞാൻ കാണലുണ്ട്. അത് തന്നെ ഇവർ കുറച്ച് കാലം ഒരു കാര്യം കൊണ്ടുവരും, ആ കാര്യം കൊണ്ടുവന്നിട്ട് നാട്ടിൽ മുഴുവൻ ആൾക്കാരെ വേദനിപ്പിക്കും, പിത്തനുണ്ടാക്കും, രൂക്ഷമായിട്ട് നിൽക്കും, മാർക്കിടും, സൂക്ഷ്മതയുള്ളവന് സൂക്ഷ്മത ഇല്ലാത്തവനൊക്കെ ഇതിന്റെ പേര് വകതിരിക്കും. എന്നിട്ട് കുറച്ച് കാലം ഇവരത് ഉപേക്ഷിക്കും, തിരിച്ചും, എന്നിട്ട് ഇവർ ആ പണി തന്നെ ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളവരെന്തായി? ബാക്കിയുള്ളൊരു ശശി ഇവരെ ഭാഗം കേട്ട് നടക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ രസം എന്താണെന്ന് വെച്ചാൽ നമ്മന്ന് വായിച്ചല്ല, ഞാൻ അതിൻ്റെ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, ഇവർ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആൾക്കാരിൽ ഇവരുടെ തനി നിറം മനസ്സിലാക്കി തുടങ്ങിയ ആളുകൾ ഇവരുടെ ഗ്രൂപ്പിൽ ഇടുന്ന മെസ്സേജാണ്. ഓരോന്നും നമുക്ക് വായിക്കാം. മുസിൻ്റെയും നായിഫിൻ്റെയും സാജിദിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ കേട്ടിട്ട് ഞാൻ എൻ്റെ മക്കളുടെ കുഞ്ഞുങ്ങൾ ആയിരിക്കുമ്പോൾ ഉള്ള ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. പാവം, നമ്മുടെ മക്കളുടെ കുഞ്ഞുനാളിൽ ഉള്ള ഫോട്ടോകൾ ഒക്കെ കുറേ കാലം കഴിയുമ്പോൾ നോക്കാൻ വല്ലാത്തൊരു രസമാണ്. ഇമോഷണലി മനുഷ്യനെ മാനസികമായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാക്കണാണ്. അങ്ങനൊന്നും സന്തോഷിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നിട്ട് ഒരുപാട് രസമാണ്. ഒരുപാട് വിഷമത്തോടെയാണെങ്കിലും കുറ്റമാണല്ലോ എന്ന് വിചാരിച്ച് ഡിലീറ്റ് ആക്കിയതാണ്. ഒരുപാട് ആൽബങ്ങളും കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞു. പാവം, അതൊക്കെ ഇവരെ വയൽ കേട്ടിട്ടേ ഫോട്ടോ എടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരക ഉറപ്പായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അയാൾ ഇതിന് ഹാഷിം സലാഹിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രൊഫൈൽ ഫോട്ടോ വെച്ചവരെ റിമൂവ് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് മറ്റൊരു അതായത് പ്രൊഫൈൽ ഫോട്ടോ വെച്ചവരെ പുറത്താക്കുക. എന്റെ ഗ്രൂപ്പിൽ ഫോട്ടോ വെച്ചവും വേണ്ട, കാരണം ഞാനൊരു സൂക്ഷ്മതയുടെ എന്താ പറയാ മുൾക്കിരീടാണ്. ആ മുൾക്കിരീടത്തിന്റെ അകത്തേക്കൊന്നും ആര് വരരുത്. ഈ പ്രൊഫൈൽ ഫോട്ടോ വെച്ച ഡി പിയിൽ പ്രൊഫൈൽ ഫോട്ടോ വെച്ച സെലഫിയത്തിൽ നിന്ന് പുറത്ത് തെറിച്ചു പോയ ആളുകളൊന്നും അങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങനെ ഹാഷിം സലാഹിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രൊഫൈൽ ഫോട്ടോ വെച്ചവർ റിമൂവ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം ഒന്ന് ആലോചിക്കണം. കാലം എന്ന് പറഞ്ഞാൽ 1-2 കൊല്ലായിട്ടുള്ള, അതെ, അല്ലാണ്ട് 50 കൊല്ലത്തിന് മുമ്പല്ല. അപ്പൊ വേറൊരുത്തൻ അതൊക്കെ ശുദ്ധത്ത് കൂടിയ കാലം, അതൊരു കാലം. അപ്പൊ വേറൊരുത്തൻ അതെ എൻ്റെ ഒരു ഇമോജി കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കരഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഇമോജി. എന്നിട്ട് ഇതുപോലുള്ള ഇമോജി പോലും ഇടാൻ പാടില്ലായിരുന്നു. ഇമോജി പോലും ഇടാൻ പാടില്ലായിരുന്നു. ഫോട്ടോ മാത്രമല്ല, നമ്മളിപ്പോ ഒരു ചിരിച്ചിട്ട് ഒരാള് സന്തോഷമുള്ള വാർത്ത അറിയുമ്പോൾ ചിരിച്ചിട്ട് അല്ലെങ്കിൽ കളിയാക്കിയിട്ട് അങ്ങനെയൊക്കെ ഓരോ ഇമോജിയില്ലോ, എക്സ്പ്രഷൻ അറിയിക്കുമല്ലോ, അത് ഫേസാണ്. അതുപോലും ഇടാൻ പാടില്ലായിരുന്നു അന്ന്. ആർക്ക്? ഈ പറഞ്ഞ ഹാഷിം സലാഹിക്കും സാജിദിനും മുഹ്സിനും ഹംറാസിനും നായിഫിനും ഒക്കെ അത് ഇടാൻ പാടില്ലായിരുന്നിട്ടാ. അപ്പോൾ വേറൊരുത്തൻ അന്ന് സൊലാഹിയുടെ ചില വീഡിയോസ് ഇട്ട എന്നോട് രൂക്ഷമായി ഹാഷിം ചൂടായത് ഞാൻ ഓർക്കുന്നു. സഭയിൽ മുമ്പിക്കാത്തല്ലേ ചെയ്ത വീഡിയോ, അപ്പോൾ വീഡിയോ ഇറക്കിയല്ലോ, ആ സഭയിൽ മുമ്പിക്കാത്ത ചെയ്തുകൊണ്ട് അന്ന് ചൂടായി എന്നാണ് ആ ശിഷ്യൻ ഇപ്പൊ കരകയറി നിന്നിട്ട് ശിഷ്യന്റെ മനസ്സിലായപ്പോൾ പറഞ്ഞത്. അപ്പോൾ വേറൊരുത്തൻ അപ്പോൾ അവരിൽ ചിലരൊക്കെ നിരുപാധികം ഫോട്ടോയും വീഡിയോയും എന്താവശ്യത്തിനും എന്തിനും പറ്റും എന്ന് തോന്നുന്നു. തസ്വീറുമായി എനിക്ക് തോന്നുന്നു ആഷിമിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. തസ്വീറുമായി യാതൊരു ബന്ധവും ഫോട്ടോക്ക് ഇല്ല എന്നാണ് ഇപ്പൊ നിലപാട്.
അപ്പോൾ വേറൊരുത്തൻ പുതിയ തെളിവ് കിട്ടി എന്നാണ് അവരുടെ മൂപ്പൻ സാജിദ് അവരെ പഠിപ്പിച്ചത്. മൂപ്പരുടെ പ്രൊഫൈൽ പിക്ചർ കണ്ടുക്കോ അതാരാണ്? അപ്പൊ മൂപ്പരുടെ പ്രൊഫൈൽ പിക്ചർ കണ്ടുക്കോ അതാരാണ്? അപ്പൊ സാജിദിന്റെ പ്രൊഫൈൽ പിക്ചറിൽ വേറൊരാളും കൂടെ ഉണ്ട്. അപ്പൊ മറ്റൊരുത്തിന്റെ മറുപടി സാജിദിന്റെ ഉപ്പ ഷെരീഫ്. അപ്പൊ ഇയാള് അദ്ദേഹം വിസ്റ്റല്ലേ, സജീവ വിസ്റ്റം. അപ്പൊ ഉപ്പാടെ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ട്, മോൻ്റെതും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവർ ഇത് ഉപേക്ഷിച്ച് വീഡിയോ സാരല്ല, ഒരു തെറ്റ് പറ്റിയാണ്. എത്ര കിതാബ് ഓതുന്ന ആൾക്കാരെന്ന് അഭിനയിച്ചാലും തെറ്റൊക്കെ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അന്ന് ഈ ശിദ്ധത്തും കൊണ്ട് നടന്ന സമയത്തുണ്ടല്ലോ, അന്ന് മറ്റുള്ളവരെ തല്ലുണ്ട്. അത് ഇനിയെങ്കിലും ഇപ്പൊ പറഞ്ഞിറങ്ങുന്ന ഈ ഇഖ്തലാഫിയായ മസലകളിലുണ്ടല്ലോ, ഇപ്പൊ കുറെ ഉണ്ടല്ലോ, ഏത് ആണും പെണ്ണും മിക്സ് ആവുന്ന പിന്നെ ഇതുണ്ടല്ലോ, സ്ത്രീയും പുരുഷന്റെയും മറ. ആ മറനെ സംബന്ധിച്ച് ഇൻഷാല്ലാ നമുക്ക് അടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്, കുറച്ച് പഠിപ്പിക്കാനുണ്ട്. ആ മറയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇഖ്തിലാത്ത് പാടില്ല, ഹറാമാണ്, നമ്മൾ അംഗീകരിക്കുന്നു. ആണും പെണ്ണും മിക്സ് ആവാൻ പാടില്ല. പക്ഷെ ആ മിക്സിങ് ഇഖ്തിലാത്തിൽ നിന്ന് ഇഖ്തിലാത്ത് ആവാതിരിക്കാൻ എത്ര വരെ ഡിസ്റ്റൻസ് വേണം എന്നത് ഇസ്ലാമിക ചർച്ച ഉണ്ട്. ഇഖ്തിലാത്തിലും നേരത്തെ CCTVയുടെ മുഖം മറിച്ച പോലത്തെ ഉലുവുണ്ട്, ശുദ്ധത്വ ഉലുവൊക്കെ ഉണ്ട്. അപ്പൊ ആ വിഷയത്തിൽ ഇവര് ഇപ്പോൾ അടിക്കുന്നുണ്ടല്ലോ ബാക്കി പലരും. അതൊക്കെ ഇതുപോലെ ഇരുന്ന് തിരുത്തി മോങ്ങണ്ട വരും. അപ്പൊ ഇതുപോലെ ശിഷ്യന്മാർക്ക് അരക്കിരുന്നിട്ട് പണ്ട് നമ്മളിത് പഠിപ്പിച്ച ആൽബം കത്തിപ്പിച്ചോനല്ലവൻ, പാവന്റെ മക്കളെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ കൂടെ കൂട്ടിട്ട് കത്തിച്ച് എന്ന് പറഞ്ഞ കരയുന്നവരുണ്ടാവും. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് മുദരിസീങ്ങളെന്ന് ഈ ഇവരൊന്നും മനസ്സിലാക്കാതെ, അതായത് തോന്നിയത് കോതക്ക് പാട്ടെന്നൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവർ കാണുന്നൊരു കാര്യത്തിനപ്പുറം വേറെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുക. അതെ, ഇവര് ഏതെങ്കിലും ഒരു ഭാഗം വായിക്കും, ഏതെങ്കിലും ഒരു കിതാബോ ഏതെങ്കിലും ഒരു ഇബാറത്തോ ഏതെങ്കിലും വായിക്കും. അതുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾ അതിന് ഓപ്പോസിറ്റായിട്ടും എതിരായിട്ടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടാത്ത വേറെ തലത്തിലുള്ള എന്തെല്ലാം ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്, അത് സമാഹരിക്കണം. അത് സമാഹരിച്ചിട്ട് മൊത്തം നോക്കണം. ഇത് നോക്കിയിട്ട് പ്രമാണത്തോട് ഏറ്റവും അനുയോജ്യമായി വരുന്നത് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഇത് അങ്ങനൊന്നല്ല. ഇപ്പോൾ ഒരുത്തൻ അത് ഞാൻ തപ്പണുണ്ട്, ഒരുത്തൻ ആളെനിക്കറിയാം, ലായിക്രാഹഫിദ്ദീൻ എന്ന് പറഞ്ഞ ആയത്ത് ദുർബലപ്പെട്ട് എന്ന് പറഞ്ഞിട്ട്, ജിഹാദിൻ്റെ ആയത്ത് ഒന്നുകൂടെ ദുർബലപ്പെട്ട് എന്നും പറഞ്ഞിട്ട് ഒരു വയൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആ വയലിൽ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുക്കത് എന്നാലും ശരി അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ പല ഇതുവർക്ക് പകുതി അവിടുന്ന് എന്നിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ പൊതുജനത്തിന് വിളമ്പി കൊടുക്കാൻ, പൊതുജനത്തിന് ഇടങ്ങറാക്കുക. അത് കഴിഞ്ഞിട്ട് ഇവർ ഫോട്ടോ എടുക്കാൻ. ഇപ്പോ ഷെയ്ഖ് ഫൗസാൻ വരെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ, വെബ്സൈറ്റിൽ തമ്പനിയിലുണ്ട്, ഫോട്ടോ ഉണ്ടെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അത് മാറി. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊരു തെറ്റൊന്നുമല്ല. ഏതൊരു കാലഘട്ടത്തിൽ ഇത് പിന്നെ തസ്വീറിൽ പെടും എന്ന് കരുതിയതിൽ തെറ്റൊന്നും പറയില്ല, ആക്ഷേപിക്കണമൊന്നുമില്ല. തസ്വീറിൽ കരുതിയിട്ട് ബാക്കിയുള്ളവരൊക്കെ സെലഫിത്തിൽ നിന്ന് പുറത്താക്കണ ഏർപ്പാടുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ഇവരുടെ ഇത്തരം ശിദ്ദത്തും ഒലുവൊക്കെ ഓരോന്നായിട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മനസ്സിലാക്കാനുള്ളത്, ഈ ശിഷ്യന്മാരോട് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ മുദരിസിങ്ങൾ ഉസ്താക്കന്മാർ നിങ്ങളോട് എത്ര കർശനമായി പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ അവർ ഫോട്ടോ കൊണ്ട് കുളിക്കുന്നു, ഫോട്ടോയിൽ ഇടുന്നിട്ട്, വീഡിയോയിലും ഫോട്ടോയിലും കിടന്ന് കുളിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ പലതിലും ഇവർ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു കാല് മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പറയുന്ന അങ്ങനെ വിഴുങ്ങണ്ട, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറ്റു പലരോട് അന്വേഷിക്കുക. അപ്പോൾ കറൻ്റ്ലി ഷെയ്ഖുള്ള ആളോട് മാത്രമേ പറയൂ എന്നൊന്നുമില്ല. ഏതാളായാലും ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ അന്വേഷിച്ചിട്ട് പഠിച്ചിട്ട് പിന്നെ നോക്കുക. അയാൾ പറഞ്ഞത് അങ്ങനെ വിഴുങ്ങണ്ട, ആര് പറഞ്ഞതായാലും നിരൂപണം ചെയ്തും പഠിച്ചിട്ടൊക്കെ തന്നെ ഒരു ധാരണയിലെത്താം. പിന്നെ എല്ലാ ഇത്ര ഇഖ്തിലാഫിയായ മസലകളിലൊന്നും ഈ കൊമ്പത്ത് കയറിയിരിക്കണ്ട, കൊമ്പൊടിഞ്ഞ് വീഴും. അതാണ് പ്രശ്നം. ഒരു മിഡിൽ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇറങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ സൗകര്യമായിട്ട് ഇറങ്ങുകയും ചെയ്യുക, മേലേക്ക് കയറണമെന്ന് തോന്നുകയാണെങ്കിൽ സുഖമായിട്ട് കയറുകയും ചെയ്യുക. ഒരു മിഡിൽ പൊസിഷനിൽ ഇരുന്നാൽ മതി. ഇഖ്തിലാഫിയ മസല അങ്ങനെ വസത്തിലിരിക്കുക. അല്ലാതെ ഈ അറ്റത്ത് പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഫോട്ടോ വിഷയത്തിൽ ശിഷ്യന്മാർ ഇട്ടിട്ട് ചാമ്പണുണ്ടല്ലോ, ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. സെലഫിയത്തിൻ്റെ കേരളത്തിലെ മകുടോദാഹരണങ്ങൾ ഇതൊക്കെ കേൾക്കേണ്ടി വരും.